ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ മാഗി പോലത്തെ മുടിയെ ഒന്ന് ചുരുള് നീട്ടിയെടുക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചിലവൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആദ്യമായി എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനും ടപ്പേന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ മിക്ക ചാനലിലും കാണുന്നതായിരിക്കും വെണ്ടയ്ക്ക കൊണ്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ്. വീട്ടിൽ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്? മുടിയുടെ പൊട്ടലും സൺ ഡാമേജ്, ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റി മുടിക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ മുടിയുടെ ഉള്ളിനും നീളത്തിനും അനുസരിച്ച് നമുക്ക് വെണ്ടയ്ക്ക എടുക്കാം. 4 or 5 ഞാനിവിടെ ഒരു 8 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കണ്ടിച്ചതിന് ശേഷം ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചെടുക്കുക. ആവശ്യത്തിന് പാത്രം അടിയിൽ പിടിക്കാതിരിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അതിനുശേഷം നന്നായി തിളപ്പിക്കുക. അപ്പോൾ അതിൽ നിന്ന് ആ വെണ്ടയ്ക്കയിൽ നിന്നുള്ള ആ ജ്യൂസ് എല്ലാം നന്നായിട്ട് ഇറങ്ങി വരണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ടത് തിളപ്പിക്കാം. അപ്പം പല വീഡിയോയിലും ഞാനിങ്ങനെ കാണുന്നുണ്ട്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നത് പോലെ നല്ല അയൺ ചെയ്ത പോലത്തെ മുടി കിട്ടുമെന്ന്. പക്ഷേ അത്രയ്ക്ക് വലിയൊരു റിസൾട്ട് കിട്ടുമോ എന്ന് ഇത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. മുടിക്ക് നമ്മൾ പ്രോട്ടീൻ നഷ്ടപ്പെടും. അതുപോലെ വെണ്ടയ്ക്കയിൽ ധാരാളം പ്രോട്ടീനും അമിനോ ആസിഡും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിക്ക് നല്ല ഷൈൻ കിട്ടുന്നതിന് സഹായിക്കും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വെന്ത് നല്ല കുറുകി അതിനകത്തുള്ള ജ്യൂസെല്ലാം ഇറങ്ങി നല്ല കൊഴുകൊഴുപ്പെല്ലാം ഇറങ്ങി വരണം. ആ ഒരു സമയം വരെ ഇതിന് നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കണം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നന്നായി തണുത്തതിന് ശേഷം ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കണം. അതുകൊണ്ട് തീർച്ചയായും നന്നായി തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിനെ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ വേവിച്ച് മാറ്റി വെച്ച വെണ്ടയ്ക്ക മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പ്രാവശ്യം വേണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ഇതിനെ ഇതുപോലെ നല്ലൊരു അരിപ്പിലൂടെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു തുണിയിലൂടെ അരിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതിൻ്റെ വെണ്ടയ്ക്കയുടെ ജ്യൂസ് മൊത്തം ഇറങ്ങി നല്ല കളറായിട്ടുള്ള വെണ്ടയ്ക്ക ജ്യൂസ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവറിൻ്റെ സ്ഥാനത്ത് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കോൺഫ്ലവർ നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പം ഇങ്ങനെ കട്ട പിടിച്ച് ഉണ്ട തരികളായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലവർ എടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഉപയോഗിച്ച് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രം നമ്മൾ ഈ വെണ്ടയ്ക്കയുടെ ജ്യൂസ് സ്ട്രെയിൻ ചെയ്തെടുത്തതിലേക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക എല്ലാം ഇവിടെ നല്ല ഒരു സ്പൂണൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇങ്ങനെ വല പോലെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത് കൊണ്ട് അരിപ്പയിലൂടെ ഇറങ്ങാനൊരല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ ജ്യൂസെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ ഒരല്പം വെള്ളം ഒഴിച്ച് കലക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിനെ സ്റ്റൗ ഓൺ ചെയ്ത് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം അരിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ നമ്മൾ ഇളക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ഇതിനെ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. അതുവരെ നമ്മൾ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കോൺഫ്ലവർ തിളച്ച് നല്ല പത വരും. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇളക്കാൻ വിട്ടുപോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇതിനെ ഇളക്കി കൊടുത്ത് ഒരു 5-10 മിനിറ്റോളം ഏകദേശം ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്ത് ഇതുപോലൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. അതിനുശേഷം ഇതിനെ നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക. ഞാനിവിടെ തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിലിൽ നിന്ന് തനി നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാനൊരു ഹെയർ ഓയിലിൻ്റെ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലേതാണോ നമുക്ക് യോജിക്കുന്ന ഹെയർ ഓയിൽ ആ ഓയിലിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഹെയർ ഓയിൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഓയിലാണ്
ചേർത്തത്. ഇപ്പം നമ്മുടെ മിക്സ് നല്ല തണുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ. മുടി ഇതുപോലെ ലെയറായിട്ട് എടുക്കണം. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മുടി നല്ല ഡ്രൈ ആയിരിക്കണം. അതായത് ഒട്ടും തന്നെ അഴുക്കൊന്നുമില്ലാതെ ഇതിനു മുമ്പ് നന്നാൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴുകി ഉണക്കി മുടി ചീകി കെട്ടെല്ലാം മാറ്റിയതിന് ശേഷമായിരിക്കണം, എണ്ണമയം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള മുടിയിലേക്കായിരിക്കണം ഇത് തേച്ച് കൊടുക്കാനുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് മാറ്റിയെടുക്കാം. അതിനുശേഷം തല അറ്റം മുതൽ, നമ്മുടെ വേര് മുതൽ മുടിയുടെ തുമ്പറ്റം വരെ നമുക്കിത് തേച്ച് കൊടുക്കാം. പാർലറിലൊക്കെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഇത് തലയുടെ സ്കാൽപ്പിൽ പറ്റാതെ മുടിയിൽ മാത്രമായിട്ട് ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ അപ്ലൈ ചെയ്ത് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് വെണ്ടയ്ക്കയാണ്. ഇത് തലയോട്ടിയിൽ പറ്റുന്നതിനൊന്നുമില്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ല, തലയോട്ടിയിലും തേച്ച് കൊടുക്കാം. അപ്പം തലയോട്ടിയിലും ഇതുപോലെ മുടി നന്നായിട്ട് വലിച്ച് നീട്ടിയിട്ട് വേണം ഇതുപോലെ തേച്ച് കൊടുക്കാൻ. ഇനി ഇത് ഉണങ്ങാൻ അനുവദിക്കുക. ഇതിനെ കെട്ടിയൊന്നും വെച്ചേക്കരുത്. നന്നായിട്ട് നമ്മൾ തേച്ചതിന് ശേഷവും നന്നായിട്ടൊന്ന് വലിച്ച് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഉണങ്ങാൻ വിട്ടേക്കുക. അപ്പോൾ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെ കെട്ടി വെക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടേക്കുക. ഞാനിപ്പോൾ മുടി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മുടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കഴുകി നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ആ റിസൾട്ട് കാണാൻ പറ്റൂ. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്തതുപോലെ സ്ട്രെയിറ്റ് ചെയ്ത് അയൺ ചെയ്ത മുടി എനിക്കിവിടെ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന മാഗി പോലെ ഉണ്ടായിരുന്ന മുടിയെക്കാട്ടിയും ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പാർലറിൽ പോയാൽ അതേ റിസൾട്ട് കാണിക്കുന്നത് വെറുതെയാണ്. ഇതുപോലൊരു റിസൾട്ട്. പക്ഷേ കൂടാതെ തന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇത് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. മുടി നല്ല സിൽക്കി ആയിട്ടും ഷൈനി ആയിട്ടും അതുപോലെ അറ്റം പിളർപ്പെല്ലാം മാറി മുടി നല്ല നീളം വയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണ്. പ്ലീസ് ഇനിയെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.